അപ്പവും മീനും ഊട്ടുനേർച്ചയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ചെമ്മലമറ്റം 12 ശ്ലീഹന്മാരുടെ പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ അപ്പവും മീനും നേർച്ച സദ്യയിൽ പങ്കെടുക്കാൻ വിശ്വാസികളുടെ വൻ തിരക്ക്. സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ആയിരങ്ങളാണ് തിരുനാൾ പ്രദക്ഷിണത്തിലും നേർച്ച സദ്യയിലും പങ്കെടുത്തത്. ക്രിസ്തു തൻ്റെ പരസ്യകാലത്തും ഉത്ഥാനത്തിന് ശേഷവും ശിഷ്യന്മാരുമായി അപ്പവും മീനും ഭക്ഷിച്ചു എന്നതിൻ്റെ ഓർമ്മയ്ക്കാണ് ശ്ലീഹന്മാരുടെ തിരുനാളിൽ ഈ നേർച്ച നടത്തുന്നത്. പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഫാദർ ജെയിംസ് കട്ടക്കൽ എന്ന വൈദികനാണ് ഈ നേർച്ച തുടങ്ങിയത്. കേരളത്തിൽ ഇത്തരം നേർച്ച നടത്തുന്ന ഏക ദേവാലയമാണ് ചെമ്മലമറ്റം പള്ളി. ഇപ്പോഴത്തെ വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംപറമ്പിലാണ് കൂടുതൽ പുതുമകൾ വരുത്തി ഈ വർഷം തിരുനാൾ നടത്തിയത്. ചെമ്മലമറ്റത്ത് 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥാപിതമായ 12 അപ്പസ്തോലന്മാരുടെ നാമത്തിലുള്ള പള്ളിയിൽ പന്തക്കുസ്താ ദിവസം പ്രധാന തിരുനാൾ ആഘോഷിക്കുന്നു. 12 ഇടവക അംഗങ്ങൾ ഒന്നുചേർന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷന്റെ മുമ്പാകെ ചെന്ന് ഞങ്ങൾക്കൊരു പള്ളി വേണമെന്ന് ആവശ്യപ്പെടുകയും അനുവാദം ലഭിക്കുകയും ചെയ്തപ്പോൾ അത് 12 ശ്ലീഹന്മാരുടെ നാമത്തിൽ തന്നെ ആകട്ടെ എന്നുള്ള തീരുമാനമാണ് ഉണ്ടായത്. അന്നു മുതൽ 12 അപ്പസ്തോലന്മാരുടെ നാമത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഈ ദേവാലയത്തിൽ എല്ലാ വർഷവും പന്തക്കുസ്താ ദിവസമാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ശ്ലീഹന്മാരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച ആ ദിവസം അവർ പുതിയ ധൈര്യത്തോടെ സഭയെ ലോകത്തിന്റെ നാനാഭാവങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇറങ്ങി തിരിച്ചതിന്റെ പ്രാരംഭം. സന്തോഷത്തിന്റെ ഈ ദിവസം തിരുക്കർമ്മങ്ങളോടുകൂടെ 9 ദിവസത്തെ നൊവേനയുടെ അകമ്പടിയോടുകൂടെ തിരുനാൾ ഭംഗിയായി ആഘോഷിക്കുന്നു. ഈ വർഷം 12 ഇടവകക്കാർ ചേർന്നാണ് ഈ തിരുനാൾ നടത്തുന്നത്. ഈശോ തന്റെ അപ്പസ്തോലന്മാർക്ക് കൊടുത്തതുപോലെ അപ്പവും മത്സ്യവും നൽകുന്ന ഒരു നേർച്ച എല്ലാ പെന്തക്കോസ്താ തിരുനാളിലും ഈ ഇടവകയിൽ പതിവുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്.